അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസം ഇവിടെ ആരംഭിക്കാം കേട്ടോ. രാവിലെ വെളുപ്പിന് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എണീക്കണതാണ്. ഡെയിലി അങ്ങനെയാണ് എണീക്കണം. ഇക്കാക്ക് രാവിലെ വെളുപ്പിന് ഒരു 5:30 ആകുമ്പോഴത്തേക്കും പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടണം. അപ്പോൾ നമുക്ക് ആ സമയത്ത് എണീച്ചാൽ അത് റെഡി ആവുള്ളൂ. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡിയായി ഇക്കാനെ ഒരു 5:30 ആകുമ്പോഴത്തേക്കും പറഞ്ഞു വിട്ടതിന് ശേഷം നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കാണ്. പിന്നെ കിടക്കുകയൊന്നുമില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഏത്തക്കായ ഇട്ടെന്ന് ഞാൻ മോര് കാച്ചിയത് അതെല്ലാം റെഡിയായതിന് ശേഷം താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് പിന്നെ ഒരു തോരൻ വെക്കണം. അപ്പോൾ അച്ചിങ്ങയും കഴിഞ്ഞ് ഞാനിവിടെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അതൊന്ന് വന്നതിന് ശേഷം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പപ്പടം കൂടെ കാച്ചി ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്കത് പുട്ടിന് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കണവർക്കതും കഴിക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ അച്ചിങ്ങയും കായൊക്കെ ഞാനൊന്ന് തോരൻ ഒന്ന് ഉലത്തുണ്ട്. അതും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു കുന്ന് പാത്രമായിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചോറുള്ളത് ഞാൻ ആവി ഏറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അരി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. നമ്മുടെ അടുക്കളയും അതുപോലെ അതൊക്കെ അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പോഴേക്കും നല്ല മഴ. ഇപ്പോൾ സമയം ഒരു 7-8 മണി ആവണുള്ളൂ കേട്ടോ. 7:45 ആകുമ്പോഴത്തേക്ക് ഞാനും മോളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് അവൾക്ക് പോകുന്ന സമയമായിട്ടാണ്. പിന്നെ അവൾക്കിടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി അവൾക്ക് ചോറും എടുത്ത് കൂടെ ഇച്ചിരി ചമ്മന്തി പൊടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിങ്ങയും കായോലത്തും റെഡിയാക്കി അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം കൊണ്ടുവന്നാക്കി ബസ് കയറാനായിട്ട് കൊണ്ടുവന്നാക്കി വന്നതിന് ശേഷം വാഷിംഗ് മെഷീനിലെ തുണികളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് തുണികളുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇവിടെ ഇടത്തേക്കും പുറത്ത് മഴയാണ്. അതൊക്കെ ഒന്ന് വിരിച്ചിടയിലിടണം. നമ്മുടെ കിങ്ങിണിക്കുട്ടന്മാർ ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.